അതായത് ബി.ജെ.പിയുടെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പം ബി.ജെ.പി കൗബെൽറ്റ് പൂർണ്ണമായിട്ട് മിഡിൽ ഇന്ത്യ അവരുടെ കയ്യിൽ തന്നെ ആയിക്കഴിഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിൽ അവരുടെ പരീക്ഷണങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ബി.ജെ.പി വിരുദ്ധ സർക്കാർ ദേശീയ തലത്തിലുണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരാളായിട്ട് പോലും സ്റ്റാലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2016 അവർ നേമത്ത് അക്കൗണ്ട് തുടങ്ങിയതാണ്. ആ അക്കൗണ്ട് 2021 മുരളീധരൻ അവിടെ പോയി നിന്നുകൊണ്ട് പൂട്ടിക്കിട്ടുകയും ചെയ്തു. നിയമം ഇത്തവണ അവർക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ശരിക്കും പറഞ്ഞാൽ നേമത്ത് നിൽക്കാതെ കുമ്മനത്തെ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരുന്നു നേമത്ത് നിർത്തേണ്ടിയിരുന്നു. ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് ഈ പാവയ്ക്കമാരി കിടക്കുന്ന കേരളം അവർക്ക് ബാലികേറാമലയായിട്ട് തുടരും. നമസ്കാരം. ബി.ജെ.പിയുടെ 2 കിട്ടാക്കനികൾ, ഒന്ന് കേരളവും തമിഴ്നാടും. 2 സ്ഥലത്തെയും പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞതോടുകൂടി ഏകദേശം തങ്ങളുടെ കണക്കൂട്ടലും പ്രതീക്ഷയൊക്കെ തെറ്റിയൊരവസ്ഥയിലാണ് ബി.ജെ.പി. തമിഴ്നാട്ടിലെ കഴിഞ്ഞപ്പം വിലയിരുത്തലുകൾ വന്നു തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും ഇപ്രാവശ്യം നല്ല രീതിയിൽ പണവും ആൾബലവും അവിടെയും ബി.ജെ.പി ഇറക്കിയിട്ടുണ്ട്. മോദി വരുന്ന നിറം മാറി പ്രസംഗവും സാധനമൊക്കെ നമ്മൾ കണ്ടാണ്. ഇതെല്ലാം ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഗുണകരമാവും, അതോ ഈ ഒരു ഇലക്ഷനോടുകൂടി ഈ 2 സ്ഥലത്തെയും അവസാനമാണിയും അടിക്കേണ്ടി വരും? അതായത് ബി.ജെ.പിയുടെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പം ബി.ജെ.പി കൗബെൽറ്റ് പൂർണ്ണമായിട്ട് മിഡിൽ ഇന്ത്യ അവരുടെ കയ്യിൽ തന്നെ ആയിക്കഴിഞ്ഞു. മാത്രമല്ല നോർത്ത് ഈസ്റ്റും ഏറെക്കുറെ അവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു സംസ്ഥാനങ്ങളാണ്, അധികം എം പിമാരൊന്നുമില്ല എന്നുള്ളത് വേറെ വസ്തുത. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൃദയഭാഗമായിട്ടുള്ള മഹാരാഷ്ട്ര അവരുടെ കയ്യിലെത്തി. അതോടൊപ്പം തന്നെ അവർ ഗോവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർക്ക് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അവർ കർണാടക അവർ ഭരിച്ചതാണ്. അവർ യെദ്യൂരപ്പ ഇതായിരുന്നു, ഒക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ യെദ്യൂരപ്പയുടെ മകനെ പിടിച്ചിട്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ ഓർഗനൈസേഷൻ ചാർട്ട് നോക്കുമ്പം അതിനകത്ത് പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ബി.എൽ സന്തോഷ് കർണാടകക്കാരനാണ്. RSSന്റെ ഭാഗത്തു നിന്നാണ് അവരെ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്. ബി.എൽ സന്തോഷ് കർണാടകക്കാരനാണ്. കർണാടകയിൽ അവർക്ക് ഇപ്പോൾ സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് ഇവിടുത്തെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നുള്ളത്. തെലങ്കാനയിലും അവർക്ക് സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം അവർ ചന്ദ്രശേഖർ റാവു തകർന്നു പോയപ്പം ആ സ്പേസിൽ ആ വിടവ് ഇവരാണ് ഫില്ല് ചെയ്യുന്നത്. ഇവരാണ് അവിടെ ഇടം കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ അതറിയാം. പക്ഷേ തമിഴ്നാട്ടിൽ അവരുടെ പരീക്ഷണങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അണ്ണാമലയെ പോലെയുള്ള ഒരു യുവ IPS ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ VRS എടുപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ ഒരു ഓളം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അത് വോട്ടായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അവർ തമിഴ്നാട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. പക്ഷേ തമിഴ്നാടിനൊരു തമിഴ് ദേശീയത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പണ്ട് ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭം നടക്കുമ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടും ഒക്കെ വന്നപ്പം സ്റ്റാലിനാണ് ഏറ്റവും കടുത്ത നിലപാടെടുത്തത്. വേറെ ആരെടുക്കുന്നതിനേക്കാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ ബാക്കി CPM മമതാ ബാനർജിയോ ഒക്കെ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് സ്റ്റാലിനാണ്. അപ്പോൾ സ്റ്റാലിൻ ശരിക്കും പറഞ്ഞാൽ BJP വിരുദ്ധ കക്ഷികളുടെ ഒരു നാളെ ഒരിക്കൽ അങ്ങനെ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും ഒരു BJP വിരുദ്ധ സർക്കാർ ദേശീയ തലത്തിലുണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരാളായിട്ട് പോലും സ്റ്റാലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രബാബു നായിഡുവിനോ ഒക്കെ ഇപ്പോൾ അവരുടെ BJPയുടെ കൂടെ അപ്പോൾ പണ്ട് ഇതിൻ്റെ BJP വിരുദ്ധ കക്ഷികളുടെ തലപ്പത്ത് നിന്നിരുന്നത്. മമതാ ബാനർജി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എതിർക്കും. തലസ്ഥാനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു തലപ്പത്ത് നിൽക്കുന്നത്, ക്യാപ്റ്റൻ്റെ രീതിയിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ, പിണറായി വിജയനേക്കാൾ, MA ബേബിയേക്കാൾ, മമതാ ബാനർജിയേക്കാൾ, അരവിന്ദ് കെജ്രിവാൾ അപ്രസക്തനായി കഴിഞ്ഞു. അങ്ങനെ BJP വിരുദ്ധ കക്ഷികളുടെ അഖിലേഷ് യാദവിനേക്കാളൊക്കെ സ്റ്റാലിന് ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ BJP അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് നമുക്കറിയാം തമിഴിൽ നിന്നുള്ള ദ്രവീഡിയൻ കൾച്ചർ പ്രകാരമുള്ള പുരോഹിതന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തി. അങ്ങനെയുള്ള കുറേ പരിപാടികൾ നടത്തി നോക്കി. എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് അണ്ണാമലൈ കുറേ അവിടെ അഭ്യാസങ്ങൾ നടത്തി നോക്കി ഒക്കെയുണ്ട്. കേന്ദ്ര ക്യാബിനറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലിരിക്കുന്ന 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നിർമ്മലാ സീതാരാമനും S ജയശങ്കറും, ധനകാര്യ വകുപ്പ് മന്ത്രിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. CP രാധാകൃഷ്ണനെ പിടിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും തമിഴ്നാട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടത്തിയെങ്കിൽ തന്നെയും മാത്രമല്ല ഇപ്പോൾ കുശ്ബുവിനെ പോലെയുള്ളവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പലരെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ BJP ആദ്യം മൈലേജ് കിട്ടുന്ന ദക്ഷിണേന്ത്യയിൽ കിട്ടുന്ന കർണാടകയേക്കാൾ മുമ്പ് തമിഴ്നാട്ടിലാണ്. അത് ഉണ്ടാക്കി കൊടുത്തത് ശരിക്ക് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമാണ്. LK അദ്വാനിയുടെ പരിപാടി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ സാമുദായിക ധ്രുവീകരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ മാറ്റിയെടുക്കാൻ പിന്നീട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിന് അങ്ങനത്തെ ജാതിമത വർഗീയതയൊന്നും വല്ലാതെ നടക്കാത്ത ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഇപ്പോൾ വിജയ് ഒരു ക്രിസ്ത്യനാണ്. വിജയ് ഒരു ഓളം സൃഷ്ടിക്കുന്നുണ്ട്. വോട്ടായിട്ട് മാറാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ DMKക്കകത്ത് ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. DMK ഒറ്റക്കെട്ടാണ്. സ്റ്റാലിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് എതിർസ്വരങ്ങളില്ലാതെയാണ് DMK പോകുന്നത്. പനീർശെൽവം OPS അവരുടെ കൂടെ കൂടി. അവിടെ OPS EPS ആയിരുന്നല്ല DMKക്കകത്ത് ജയലളിതയ്ക്ക് ശേഷമുള്ള മൂപ്പളമ തർക്കമുണ്ടായിരുന്നു. ജയലളിത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട്, എന്തെങ്കിലും കേസിൽ പെട്ടിട്ട് രാജിവെച്ചാൽ അപ്പം താൽക്കാലികമായിട്ട് മുഖ്യമന്ത്രി ആക്കിയിരുന്നത് പനീർശെൽവത്തെയാണ്. കാരണം പുള്ളിക്കാരിയുടെ ഒരു പാവയായിരുന്നു. പക്ഷേ
ജയലളിതയുടെ ഭരണശേഷം പിന്നീട് എടപ്പാടി പളനിസ്വാമി വരുന്നു. എടപ്പാടി പളനിസ്വാമി എന്നൊക്കെ ആൾക്കാർ പറയുന്നത്, അത് ഞാൻ പറയുന്നില്ല. എടപ്പാടി പളനിസ്വാമി വരുന്നു. അപ്പോൾ അത് OPS UPS തമ്മിലുള്ള ഫൈറ്റ്. അവർ അവസാനം OPS പിന്നെ ഇവരുമായിട്ട് അലയൻസിലേക്ക് എത്തുന്നു. അപ്പോൾ ADMKയുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ ചലച്ചിത്ര താരങ്ങളെ രജനീകാന്താണ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വരും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നത്. അത് പിന്നെ ജയലളിതയുടെ ദുർഭരണത്തിനെതിരെ DMKയുടെ കരുണാനിധിയും GK മൂപ്പനാരും, അന്ന് കോൺഗ്രസ് നിന്ന് വിട്ടുപോയ പിന്നെ തമിഴ് മാനില കോൺഗ്രസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ പേരെനിക്കിപ്പോൾ വായിൽ കിട്ടുന്നില്ല. ഓക്കെ, GK മൂപ്പനാർ, ഇപ്പോൾ GK വാസൻ്റെ അച്ഛൻ GK മൂപ്പനാർ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹവും കരുണാനിധിയും കൂടിയിട്ട് മുന്നണി ഉണ്ടാക്കി 39 ലോക്സഭാ സീറ്റിലും 39 ലോക്സഭാ സീറ്റും പിടിച്ചെടുത്ത ഒരു ചരിത്രമുണ്ട്. അങ്ങനെ പിന്നെ വരുമ്പോൾ ആ മൂവ്മെൻറ്റിന് ശക്തി പകർന്നത് രജനീകാന്തായിരുന്നു. രജനീകാന്ത് ജയലളിതയ്ക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിക്കുകയും രജനീകാന്തിൻ്റെ നിലപാടാണ് അന്ന് വോട്ടായിട്ട് മാറിയത്. രജനി ഫാൻസ് മുഴുവൻ ജയലളിതയ്ക്കെതിരെ തിരിഞ്ഞു. പക്ഷേ രജനീകാന്ത് പിന്നെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല. രജനീകാന്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ രജനീകാന്ത് ഇന്ന് CM ഒക്കെ മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വീകാര്യത രജനീകാന്തിനുണ്ടായിരുന്നു. രജനീകാന്തിൻ്റെ ആ നീക്കം കണ്ടിട്ടാണ് കമലഹാസൻ പാർട്ടി ഉണ്ടാക്കിയത്. കമലഹാസൻ്റെ പാർട്ടി ക്ലച്ച് പിടിച്ചില്ല. കമലഹാസൻ അവസാനം അവരുമായിട്ട് ചേർന്ന് അവരുടെ കൂടെ നിന്നിട്ട് രാജ്യസഭാ MP ആയി. കാരണം പുള്ളിക്ക് മുഖ്യമന്ത്രി ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിക്ക് ബോധ്യമായി, യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. വിജയകാന്ത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തി. വിജയകാന്തിൻ്റെ ക്ലച്ച് പിടിച്ചില്ല. വിജയകാന്ത് പിന്നെ മരണപ്പെട്ടു പോയി. ഇപ്പം വിജയ് ശ്രമിക്കുന്നു. വിജയുടെ പിന്നെ പക്ഷേ ആ ദുരന്തങ്ങളൊക്കെ ഉണ്ടായതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വിജയും വേണ്ടത്ര ക്ലച്ച് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പള്ളിയിൽ മുട്ടിലറിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. കാരണം അവസാനം ദൈവത്തിൽ മാത്രമാണ്, കാരണം വോട്ടർമാരിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവത്തിലെ മാത്രം വിശ്വാസമായി എത്തിക്കുക. കുറച്ച് സീറ്റ് വല്ലതും പിടിക്കുമായിരിക്കും, വിജയ് ജയിക്കുമായിരിക്കും, നിയമസഭയിലെത്തുമായിരിക്കും, ചിലപ്പോൾ ഒറ്റയംഗമായിട്ടും എത്താൻ സാധ്യതയുണ്ട്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരുടെ വോട്ട് ഷെയറിൽ കാര്യമായ വർധനവ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നെ വോട്ട് മറച്ചു കൊടുക്കുന്നു എന്നുള്ള ആരോപണം അവരെക്കുറിച്ച് വല്ലാതെ ശക്തമായിട്ടുണ്ട്. 2016 അവർ നേമത്ത് അക്കൗണ്ട് തുടങ്ങിയതാണ്. ആ അക്കൗണ്ട് 2021 മുരളീധരൻ അവിടെ പോയി നിന്നുകൊണ്ട് പൂട്ടിക്കിട്ടുകയും ചെയ്തു. അപ്പോൾ 2016 ഒ രാജഗോപാലിലൂടെ തുടങ്ങിയ അക്കൗണ്ട് ഒരു സീറ്റുള്ളത് ഒരു സീറ്റും ഇല്ലാതായി മാറി. 35 സീറ്റ് കിട്ടി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞതൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാത്രമല്ല പാലക്കാട് മത്സരിച്ച ശ്രീധരൻ മാമയാണെങ്കിൽ അന്ന് മന്ത്രിയുടെ MLA ഓഫീസ് തുടങ്ങുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് പിന്നെ മന്ത്രി ആകാൻ വേണ്ടിയിട്ട്, മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ക്ലിഫ് ഹൗസിലോട്ട് പോകാൻ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചത്. എന്തായാലും പാർസൽ സർവീസുകാരെടുത്ത് ബുക്ക് ചെയ്യാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ നാണം കിട്ടു പോയേനെ. കാരണം പുള്ളിക്കാരൻ അവിടെ തോറ്റു. ഷാഫി പറമ്പിൽ വീണ്ടും ജയിച്ചു. പാലക്കാട് ഒരു കുറേ കാലങ്ങളായിട്ട് 2ാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മലമ്പുഴയിൽ 2ാം സ്ഥാനത്താണ്. കാസർഗോഡ് 2ാം സ്ഥാനത്താണ്. മഞ്ചേശ്വരത്ത് 2ാം സ്ഥാനത്ത്. രാജ്യത്ത് എവിടെയും BJP ഇല്ലാത്ത കാലത്ത് തൊട്ട് കാസർഗോഡും മഞ്ചേശ്വരവും 80കളുടെ തൊട്ട് തന്നെ അവർ 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ് അവർ. പിന്നെ ഇടയ്ക്ക് മഞ്ചേശ്വരത്ത് ഇടതുമുന്നണി CH കുഞ്ഞമ്പ് വിജയിച്ചപ്പോഴും അവർ 2ാം സ്ഥാനത്താണ്. ലീഗ് 3ാം സ്ഥാനത്തേക്ക് പോയി. മറ്റൊക്കെ ലീഗ് വിജയിക്കുമ്പോൾ അവർ 2ാം സ്ഥാനത്താണ്. കാസർഗോഡ് പിന്നെ ലീഗ് തന്നെയാണ് നിരന്തരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും അവർ 2ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞിട്ട് ഇടതുമുന്നണി 3ാം സ്ഥാനത്താണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പം ഒരു 10-20 സീറ്റിൽ അവർക്ക് നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 7 തൊട്ട് 12 സീറ്റ് വരെ BJPക്ക് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഞാൻ കരുതിയത്. കാരണം നിലവിലുള്ള സ്ഥിതി അതായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കുന്നു, തൃശ്ശൂർ ലോക്സഭാ സീറ്റ് അവർ പിടിച്ചെടുത്തു, തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖറിന് ഒരു 2 മാസം കൂടെ മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വോട്ടിൻ്റെ നിലവാരവും കണക്കുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് 7 തൊട്ട് 12 സീറ്റ് വരെ കിട്ടും, നിഷ്പ്രയാസം കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ചു നിന്നിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് അവസ്ഥ മാറി. ഇപ്പോൾ ഉദാഹരണം എടുക്കുക, അവരുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ഷോൺ ജോർജ് പാലായിൽ പോയി നിന്നു. ഷോൺ ജോർജ് മുമ്പ് അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആളായിട്ട് പറഞ്ഞിരുന്നു. പൂഞ്ഞാറിൽ PC ജോർജിന് വല്ല അട്ടിമറി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും സാധ്യത കാണുന്നില്ല. കാരണം അവിടെ പിന്നെ ഷോൺ ജോർജ് പാലായിൽ പക്ഷേ 2ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പിന്നെ പൂഞ്ഞാറിൽ PC ജോർജ് ഒരുപക്ഷെ 2ാം സ്ഥാനത്തൊക്കെ എത്തിയെന്ന് വരുന്നേക്കാം. രണ്ടുപേരും വോട്ട് പിടിക്കാനൊക്കെ ഉള്ള ടെക്നിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന, ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ അറിയാവുന്ന ആളുകളാണ്. കാരണം PC ജോർജ് 2016 ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് നിന്നിട്ട് SDPയുടെ കൂടെ സഹായത്തോട് കൂടിയിട്ടാണ് അന്ന് ജയിച്ചു. ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി ജയിച്ചു. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ SDPI മാത്രമേ കൂടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഷോൺ ജോർജ് ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. നല്ല കഴിവുള്ള ഡൈനാമിക് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. പല വിഷയങ്ങളും റൈസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഇവരുടെ സാധ്യതകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിർത്തി നോക്കുക. നിയമം ഇത്തവണ അവർക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ശരിക്കും പറഞ്ഞാൽ നിയമത്ത് നിൽക്കാതെ കുമ്മനത്തെ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരുന്നു നിയമത്ത് നിർത്തേണ്ടിയിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ ഇലക്ഷൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ച് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതി, കാരണം പുള്ളി കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. പുള്ളി വെറുതെ MLA ആയിട്ട് നിയമസഭയിൽ പോയി ഇരിക്കേണ്ട ആളല്ല, കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ്. രാജ്യസഭയിൽ 2 ടേമും മറ്റുണ്ടായിരുന്നതാണ്. അപ്പോൾ പുള്ളി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം അവിടെ നിന്ന് വിട്ടുന്നിട്ട്, കാരണം അവർക്ക് ഭരണമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ CM ആയിട്ട് മാറാം. ഇതൊന്നും ഇല്ലാതെ പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ പറ്റില്ല. ഒരു 3ാം സ്ഥാനത്ത് തന്നെ എത്തുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാവുന്ന സ്ഥിതിക്ക് അദ്ദേഹം
സംസ്ഥാന വ്യാപകമായി പ്രചാരണത്തിന് പോയി ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കെട്ടിയിടപ്പെടാതെ അങ്ങനെ പോയി അതിനെല്ലാം ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ തീരുമാനിക്കുകയും നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പോയി മത്സരിച്ചത് അബദ്ധമായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കുമ്മനമായിരുന്നു അവിടെ നിർത്തേണ്ടിയിരുന്നത്. നിയമം ഞാൻ BJP പിടിക്കുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ കാണുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അവിടെ ശിവൻകുട്ടിക്കോ ശബരിനാഥിനോ ആണ് സാധ്യതയും കാണുന്നത്. അവിടെ നിന്ന് നിയമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥി അങ്ങേയറ്റം പരാജയമാണ് ശ്രീലേഖ. വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിനെ കഴിഞ്ഞ നമ്മൾ തിരുവനന്തപുരത്ത് നിർത്തിയ നടൻ കൃഷ്ണകുമാറിനെ, പക്ഷേ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ പദവി കൊടുത്തു. ദേശീയ ഫിലിം അക്കാദമിയുടെ തലപ്പത്ത് കൊണ്ടേ ഇട്ടു. പിന്നെ കേന്ദ്രമന്ത്രിയെ നേരിട്ട് വിളിച്ച് ഒരു സഹമന്ത്രിയുടെയൊക്കെ ഒരു പദവിക്ക് തുല്യമായിട്ടുള്ള രീതിയിലാണ് അത്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പല കാര്യങ്ങൾക്കകത്തും പല രീതിയിലുള്ള ഡീൽ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ബോളിവുഡ് താരങ്ങളുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും ബോളിവുഡിലെ ഡയറക്ടർമാരുമായിട്ടൊക്കെ പുള്ളിക്ക് ഭയങ്കര ആക്സസും ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വ്യക്തിപരമായി പുള്ളിക്ക് വലിയ അച്ചീവ്മെൻ്റ്. പക്ഷേ അവർക്ക് വട്ടിയൂർക്കാവിൽ പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കല്യാണത്തിനും മരണത്തിനും എല്ലാം സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് കൃഷ്ണകുമാറേട്ടൻ. കൃഷ്ണകുമാറേട്ടനെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ വട്ടിയൂർക്കാവ് അവർക്ക് സുഖമായിട്ട് പിടിച്ചെടുക്കായിരുന്നു. അതവർക്ക് കയ്യിൽ നിന്ന് പോകുന്നു. തിരുവനന്തപുരം അവർക്ക് സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. തിരുവനന്തപുരത്തും അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ അവർക്ക് കഴക്കൂട്ടം അവർക്ക് സാധ്യതയുണ്ടായിരുന്നു. കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥി മോശമായിട്ടല്ല, പക്ഷേ ഇവർക്ക് ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഇലക്ഷൻ്റെ അജണ്ടകൾ നിശ്ചയിക്കുന്നതിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇവരുടെ എല്ലാ തലമുതിർന്ന നേതാക്കന്മാരും മത്സരരംഗത്താണ്. മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരരംഗത്താണ്, മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസ് മത്സരരംഗത്താണ്, മുൻ പ്രസിഡന്റ് V മുരളീധരൻ മത്സരരംഗത്താണ്, നിലവിലെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരരംഗത്താണ്. അങ്ങനെ എല്ലാവരും മത്സരരംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവരുടെ മണ്ഡലത്തിൽ എങ്ങനെ വോട്ട് പിടിക്കുക എന്നുള്ളതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനും അതിനെ പിന്നെ നേതൃത്വം കൊടുക്കാനും അതിന് വേണ്ട ചുക്കാൻ പിടിക്കാനും അവർക്ക് ആളുകളില്ലാതെ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. പിന്നെ യുവമുഖങ്ങളായിട്ടുള്ള അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു, ഷോൺ ജോർജ് മത്സരിക്കുന്നു, അവരുടെ തീപ്പരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു, വിവാദത്തിലാവുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ മത്സരരംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നെടുമങ്ങാട് അവർ നിർത്തിയ കാൻഡിഡേറ്റ് ബെസ്റ്റ് കാൻഡിഡേറ്റ് യുവരാജ് ഗോകുൽ ഒരു പക്ഷേ അവിടെ 2ാം സ്ഥാനത്ത് എത്തി അത്ഭുതപ്പെടാനില്ല. അവിടെ ആയിരിക്കും അവർക്കൊരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ഡലം എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ നേമത്തോ വട്ടിയൂർക്കാവിലൊന്നും അവർക്ക് സാധ്യത കാണുന്നില്ല മത്സരിക്കുന്നുള്ള. ശ്രീലേഖ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഫിറ്റല്ല ശ്രീലേഖ. എന്തോ ഒരു കുഴപ്പം ഓർക്കുന്നുണ്ട്, സംതിങ് റോങ്. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആൻ്റണി നല്ലൊരോളം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൊന്നും സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ തന്നെ അവിടെ പിന്നെ ആൻ്റണി അശോകനെ അല്ല കൊണ്ടുവരേണ്ട, അനൂപ് ആൻ്റണിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ വല്ലാതെ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അനൂപ് ആൻ്റണി അറിയാലോ, നരേന്ദ്രമോദിയുമായിട്ടൊക്കെ വളരെ അടുത്ത് ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഉള്ള പല കാര്യങ്ങളും പല ദൗത്യങ്ങളും അനൂപ് ആൻ്റണി ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തപ്പോഴും അനൂപ് ആൻ്റണിയാണ് പിന്നെ ആ മിഷൻ ഏൽപ്പിച്ചത്. അനൂപ് ആൻ്റണി അവിടെ പോകുന്ന അവിടുത്തെ ഡെപ്യൂട്ടി CM ആയിട്ട് കാണുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളിവിടെ കേരളത്തിന് അനൂപ് ആൻ്റണി സുപരിചിതനല്ലെങ്കിലും അനൂപ് ആൻ്റണിക്ക് വലിയ ആക്സസ് PM-ൻ്റെ അടുത്ത്. PM പറഞ്ഞല്ലോ, എൻ്റെ റൈറ്റ് ഹാൻഡാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് പറയാമെന്ന് പറഞ്ഞാൽ അനൂപ് ആൻ്റണി എന്താണ് എന്ന് മലയാളികൾ വേണ്ടത്ര പഠിച്ചിട്ടില്ലെങ്കിലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആളാണ് അനൂപ് ആൻ്റണി. അവരുടെ പല പ്രൊജക്റ്റുകളും തയ്യാറാക്കിയിട്ടുള്ള അനൂപ് ആൻ്റണിയാണ്. ബ്രില്യൻ്റ് ആണ്. അനൂപ് ആൻ്റണി അവിടെ നിർണായക ഫാക്ടറാണ് തിരുവല്ലയിൽ. ജയിക്കാനുള്ള സാധ്യത ഞാൻ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല. ചിലപ്പോൾ അവിടെ ജയിച്ചെന്ന് വരും, ചിലപ്പോൾ നേമത്ത് ഒരു അട്ടിമറി ഉണ്ടാക്കിയെന്ന് വരും, കഴക്കൂട്ടത്ത് ഒരു അട്ടിമറി ഉണ്ടാക്കിയെന്ന് വരും, ചിലപ്പോൾ തിരുവല്ലയിൽ അട്ടിമറി ഉണ്ടാക്കിയെന്ന് വരും, ചിലപ്പോൾ പൂഞ്ഞാറിൽ അട്ടിമറി ഉണ്ടായിരുന്നു വരും. അതിന് സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാൽ തന്നെ പിന്നെ കോന്നി പിന്നെ അവർക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അന്ന് 2021 അവർക്ക് പറ്റിയ അബദ്ധം K സുരേന്ദ്രനെ ഒന്നുകിൽ കോന്നിയിൽ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ K സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു. K സുരേന്ദ്രൻ 2 മണ്ഡലത്തിൽ ഒരേ സമയം മത്സരിച്ചപ്പം ജയിപ്പിച്ചാൽ ഇവിടെ തുടരുമെന്നുള്ളതിനോ 2 കൂട്ടർക്കും ഗ്യാരണ്ടി ഇല്ലാതായി. പിന്നെ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹെലികോപ്റ്ററിലെടുത്ത് പിന്നെ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഷട്ടിൽ അടിക്കുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സംസ്ഥാന വ്യാപകമായ പ്രചാരണത്തിൻ്റെയും നേതൃത്വം കൊടുക്കേണ്ടി വന്നു. 2 മണ്ഡലത്തിൽ കണ്ടസ്റ്റ് ചെയ്തു. ഇതാണ് പറ്റിപ്പോയത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണെങ്കിൽ ജയിക്കായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോന്നി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല. പിന്നുള്ളത് ആറന്മുള അവർക്ക് ശക്തമായ വേരോട്ടുള്ളൊരു മണ്ഡലമാണ്. വേണമെങ്കിൽ നല്ല കാൻഡിഡേറ്റിനൊക്കെ നിർത്തി പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ മത്സരം നടന്നിട്ടുള്ളത് വീണ ജോർജും അബിൻ വർക്കിയും തമ്മിലുള്ള മത്സരമാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഓർത്തഡോക്സ് സഭയുടെ വലിയൊരു കേന്ദ്രമാണ് ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത്. പിന്നീടുള്ള ചെങ്ങന്നൂരും അവർക്ക് ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലമായിരുന്നു. അതവർ കളഞ്ഞു കുളിച്ചു. കായംകുളം ആലപ്പുഴ ജില്ലയിൽ തന്നെ കായംകുളം എടുത്ത് നോക്കുക. കായംകുളം പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെ ഇട്ടിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി മാറുമായിരുന്നു. ഇപ്പോൾ അവിടെ യുവപ്രതിഭയും പിന്നെ M ലിജുവും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണ് നടന്നിരിക്കുന്നത്. BJP ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. പലയിടത്തും BJP അവർ ജയിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം കൈവിട്ട് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പിന്നെ വിട്ട് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. പക്ഷേ ഇത്തവണ കോൺഗ്രസ്
അവർക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ നിർത്തിയത്. ശരിക്കും അവിടുത്തുകാരിയായ ബിന്ദു കൃഷ്ണ അവിടെ നിർത്തണമായിരുന്നു. പക്ഷേ അവർ സൂരജ് രവിയെ നിർത്തി. സൂരജ് രവി അവിടെ ചെന്നൊരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് സൂരജ് രവി. കാരണം തോപ്പിൽ രവിയുടെ മകൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്വാധീനം, ഒരു ബന്ധങ്ങൾ, പഴയ കാർലോമാർക്കിടയിലൊക്കെ രവിശേട്ടൻ്റെ മകൻ എന്നുള്ള ഒരു സ്വീകാര്യത കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചാത്തന്നൂർ അവിടെയും LDF-ഉം UDF-ഉം തമ്മിലായി ഫൈറ്റ്. BJP അവിടെ 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയാണ് ചാത്തന്നൂരിൽ നിന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അടുത്ത തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിലിട്ട് വന്നു. കോട്ടയത്ത് ഇടുക്കിയിലൊന്നും അവർക്ക് വലിയ വേണ്ടത്ര ഇതൊന്നുമില്ല. ദേവികുളത്ത് എന്തെങ്കിലും കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും, പക്ഷേ അട്ടിമറിക്കുന്നുള്ള സാധ്യതയും കാണുന്നില്ല. തൃപ്പൂണിത്തുറ അവർക്ക് നല്ല സ്കോപ്പുള്ള മണ്ഡലമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും K. ബാബു മാറി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. വർഷങ്ങളായിട്ട് K. ബാബു ആ മണ്ഡലം കുത്തകയാക്കി വെച്ചിരുന്ന, കാരണം നാട്ടുകാർക്ക് ബാബു ചേട്ടനാണ്. അവിടെ പിന്നെ കോൺഗ്രസിനകത്ത് കുറേ പടലപ്പിണക്കങ്ങളുണ്ടൊക്കെ ഉണ്ട്. പിന്നെ വൈപ്പിലെ KN ഉണ്ണികൃഷ്ണനെയാണ് ഇടതുമുന്നണി അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ എട്ടും പൊട്ടും തിരിയാതെ ചക്ക താമരയാണെന്നൊക്കെ പറയുന്ന, പിന്നെ സിനിമയിൽ അഭിനയിച്ച ഏത് സിനിമയിൽ അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല, സിനിമാ നടിയാണെന്ന് പറയുന്നു, സെലിബ്രിറ്റി ആണെന്ന് പറയുന്നു. 2020 ആ സീറ്റ് കൊടുത്തു. സാവചേട്ടൻ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു നായരെ പിടിച്ചവിടെ കൊണ്ടുവന്നിട്ട് അഞ്ജലി നായർ അവരെ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ ഓവർ ആക്ടിങ് ആണ് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ, അതിവിനയം കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഫേക്കാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. തൃപ്പൂണിത്തുറയിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് വോട്ടർമാർ. അതുകൊണ്ട് തന്നെ BJP അവിടുത്തെ സാധ്യതകളും കളഞ്ഞു കുളിച്ചു എന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. കുന്നത്തുനാട് 2020 ഒറ്റയ്ക്ക് നിന്നപ്പോൾ തന്നെ അവർ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചതാണ്. VP സജീന്ദ്രൻ്റെ തോൽവിക്ക് കാരണമായത് അതാണ്. അത് പിന്നെ അവർക്ക് അബദ്ധമായും തോന്നുകയും ചെയ്തു. കാരണം അവർക്ക് VP സജീന്ദ്രനാകുമ്പോൾ ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പുറത്ത് ശ്രീനിജൻ ജയിച്ചു കഴിഞ്ഞപ്പം സാബുചേട്ടന് ഭയങ്കര പ്രശ്നമായി. ശ്രീനിജൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സ്റ്റാൻഡുകൾ എടുത്തു അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ പുള്ളി ഇവിടുന്ന് വിട്ട് തെലങ്കാനയിലോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പിന്നെ BJP-ആയിട്ട് ഇടയ്ക്ക് ആം ആദ്മിയായിട്ട് സഹകരിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവന്ന് അവിടെ കിടക്കുമ്പോഴത്ത് വലിയ പൊതുയോഗമൊക്കെ നടത്തി മുന്നണിയായി. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പിന്നകത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ രാജ്യസഭയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷേ പുള്ളി അതിനൊന്നും താല്പര്യമില്ല. പുള്ളി ഇതിനെ ഒരു നല്ല പ്ലാറ്റ്ഫോമാക്കി എടുക്കണം എന്ന് കരുതിയത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പിന്നെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരെ വരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. വളരെ പിന്നെ പരിഹാസ്യരാകുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് അവിടെയും വലിയ സാധ്യതകൾ ഞാൻ കുന്നത്തുനാട്ടിലും അവർക്കൊരു സാധ്യതയും കാണുന്നില്ല. തൃക്കാക്കരയിൽ അഖിൽമാരാർ അവർക്ക് പിന്നെ അവർ നിർത്തിയ സ്ഥാനാർത്ഥികളുടെ ഇടയിൽ പൊളിറ്റിക്കൽ സെൻസുള്ള കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ 2020-ക്കകത്ത് അഖിൽമാരും അതേപോലെ ഉമ്മൻചാണ്ടിയുടെ മരുമകനും ഒക്കെ ഉൾപ്പെടെ ചാർലി പോളൊക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളത് ഈ സിനിമാ നടിമാരെയൊക്കെ വിട്ടുകളാണ്. അതുങ്ങൾക്കൊന്നും എന്താണെന്നുള്ളത് പോലും അറിയത്തില്ല. പൊളിറ്റിക്സിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടെ തെറ്റിച്ചു പറയും. അത് ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം. സാമൂഹ്യ പ്രവർത്തകയാണെന്ന് പറയുന്നുണ്ട് അതിലൊരു നടി. പിന്നെ എന്ത് സാമൂഹ്യ പ്രവർത്തനം നടത്തിയ എനിക്ക് 35 ലക്ഷം രൂപ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിന് ചിലവഴിച്ചു എന്ന് പറഞ്ഞത്. ഇപ്പം എന്തും പറയാമല്ലോ. അഖിൽമാരൊരു രാഷ്ട്രീയമായിട്ട് പിന്നെ സെൻസൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അഖിൽമാരൻ്റെ അമിതമായ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ജയിക്കുമെന്നാണ് ഇലക്ഷൻ ശേഷം പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. അവിടെ ഉമാത്ത മുസ്തഫ വീണ്ടും ജയിക്കുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. തൃക്കാക്കര അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തൃക്കാക്കര മണ്ഡലത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം പിന്നെ അവിടെ അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റും. മുമ്പത്തേനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും പി.ടി. തോമസ് മരിച്ചതിന് ശേഷമുള്ള ബൈ ഇലക്ഷനിൽ അവർ കാൻഡിഡേറ്റിനെ നിർത്തിയില്ലായിരുന്നു. ഒരു സാമാന്യ മര്യാദയുടെ പുറത്ത് നിർത്താതിരുന്നതാണ്. അതുപോലെ തന്നെ ചാർലി പോളിനെ ഇവിടെ കൊണ്ടേ നിർത്തി. ചാലക്കുടി നിർത്തുന്നതിന് പകരം അങ്കമാലി ആണെങ്കിൽ ചാർലി പോളിന് ഒന്നുകൂടി തരംഗം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അവിടെ അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പിഴവ് പറ്റി. പെരുമ്പാവൂരും കോതമംഗലത്തൊക്കെ കഴിഞ്ഞ തവണ അവർ നന്നായിട്ട് വോട്ട് പിടിച്ചാണ്. ഇത്തവണ പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. പിന്നുള്ളത് കൊടുങ്ങല്ലൂർ അവർക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലം തന്നെയായിരുന്നു, തൃപ്പൂണിത്തുറ പോലെ തന്നെ. പക്ഷേ കൊടുങ്ങല്ലൂർ പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ്. അദ്ദേഹം നല്ല കാൻഡിഡേറ്റാണ്, നല്ല ആളാണൊക്കെയാണ്. പക്ഷേ എന്നാൽ തന്നെയും അവരുടെ പ്രചരണങ്ങൾ വേണ്ടത്ര ഏറ്റിട്ടില്ല. ഇലക്ഷൻ്റെ ഒരു അജണ്ട നിശ്ചയിക്കുന്നതിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ജയിക്കുമെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ അതിനുള്ള സാധ്യത കാണുന്നില്ല. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാജൻ ജയിക്കും എന്ന മുൻ മേയർ അദ്ദേഹം ജയിക്കുമെന്നാണ് ഞാൻ പിന്നെ CPIക്ക് ആ സീറ്റ് നഷ്ടപ്പെടും. ആലങ്കോട് ലീലാകൃഷ്ണനെ കൊണ്ട് നിർത്തിയുണ്ട്. അതേസമയം VS സുനിൽകുമാർ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് CPIക്ക് നിലനിർത്താൻ പറ്റുമായിരുന്നു. പത്മജ വേണുഗോപാൽ മോശമായിട്ടല്ല. പത്മജ വേണുഗോപാലിനോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ അപ്പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. പത്മജ വേണുഗോപാലിനെ അവിടെ നിർത്തിയതിനകത്ത് പിന്നെ മോശമെന്ന് പറയാൻ പറ്റില്ല. പത്മജ വേണുഗോപാലിനെ അവിടെ അല്ലാതെ ഇവിടെ നിർത്താനും പറ്റില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞോളം മത്സരിച്ചതാണ്. അവർക്ക് സീറ്റ് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ നമുക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ചോ കോഴിക്കോട് ജില്ലയെക്കുറിച്ചോ വയനാട് ജില്ലയെക്കുറിച്ചോ ചർച്ച ചെയ്യാനില്ല. പിന്നെ നമുക്ക് പാലക്കാട് ജില്ലയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. പാലക്കാട് ജില്ല എടുത്തു കഴിഞ്ഞാൽ മലമ്പുഴയിൽ 2016 തെരഞ്ഞെടുപ്പ് തൊട്ട് കൃഷ്ണകുമാർ 2016-ലും 21-ലും അവിടെ 2ാം സ്ഥാനത്തെത്തി. പക്ഷേ കൃഷ്ണകുമാർ അവിടെ നിന്ന് പിന്നെ ഇടക്കാലത്ത് പാലക്കാട് വന്ന് മത്സരിക്കാൻ നിന്നത് പാലക്കാട് ലോക്സഭയിലേക്കും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം ആ 2 മത്സരത്തിൽ നിന്ന് മാറി നിന്ന് മലമ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തവണ കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ നിന്ന് ഈസിയായിട്ടും മത്സരിച്ച് ജയിച്ചു വരാമായിരുന്നു. ഇനി പ്രഭാകരൻ സഖാവ് തന്നെയാണ് അവിടെ അടുത്ത് മുന്നിൻ്റെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ പോലും ജയിച്ചു വരാൻ പറ്റുമായിരുന്നു. ആ സ്ഥിതി അദ്ദേഹം സ്വയം നശിപ്പിച്ച് കളഞ്ഞതാണ്.
അതിനകത്ത് സന്ദീപ് വാര്യർ ആ ഒരു പ്രയോഗം കൂടെ ഉണ്ട്, പാൾ സൊസൈറ്റി തൊട്ട് പാർലമെൻറ്റ് വരെ എന്നുള്ളത്. അതെന്തോ ആവട്ടെ, അത് അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ റൈവറിയുടെ ഭാഗമായിട്ടാണെന്ന് പറയാം. പക്ഷേ കൃഷ്ണകുമാരേട്ടൻ ചെയ്യേണ്ടിയിരുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും മത്സരിക്കാതിരിക്കുക, പാലക്കാട് ബൈ ഇലക്ഷനിലും മത്സരിക്കാതിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് മലമ്പുഴയിലെ എല്ലാ കല്യാണത്തിനും മരണത്തിനും ബാക്കിയുള്ള വിഷയങ്ങളിലും അവിടുത്തെ സാമൂഹിക വിഷയങ്ങളിലും ദൈനംദിന ജീവിതത്തിനകത്തും ഒക്കെ ആളുകളുമായിട്ട് ഇടപെടുകയും അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. കായംകുളത്ത് തന്നെ ശോഭാ സുരേന്ദ്രനെ കായംകുളത്ത് നിർത്തിയിരുന്നെങ്കിൽ ലോക്സഭയിലേക്ക് നല്ല വോട്ട് പിടിച്ചതാണ്. കായംകുളത്ത് ഇപ്പം ഈ നിയമസഭയെ നിർത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അത് പാലക്കാട് അവർ ചോദിച്ചു വാങ്ങിയ സീറ്റാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്, കേന്ദ്ര നേതൃത്വത്തോട് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട്. അതിന് പകരം കായംകുളത്ത് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അട്ടിമറിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നു. ലിജുവും പ്രതിഭയും കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ വീതിച്ചെടുക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടത്തിയിട്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് കായംകുളത്തുനിന്ന് ജയിച്ച് കയറാൻ പറ്റുമായിരുന്നു. അവിടെ അവരെ സ്ട്രാറ്റജി പഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ അവസാനം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഒന്നുകിൽ രമേശ് പിഷാരടി അല്ലെങ്കിൽ NMR റസാഖിനാണ് ഞാൻ സാധ്യത കാണുന്നത്. ആ സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് പറ്റേണ്ട ഒരു സീറ്റാണ്. ആ സീറ്റ് അവർക്ക് കൈമോശം വന്നു പോകും. അവിടെ ഒരു പിഴവ് പറ്റിപ്പോയിട്ടുണ്ട്, അവർക്ക് പിടിച്ചെടുക്കാനുള്ള സാധ്യത അവർ ഇല്ലാതാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ഒന്നും നമുക്ക് നോക്കാനേ ഇല്ല, കണ്ണൂർ ഒന്നും നോക്കാനേ ഇല്ല, കാരണം അവിടെ നിന്ന് അവർക്ക് കേന്ദ്രങ്ങളില്ല. പിന്നെ അങ്ങ് പോകണം, കാസർഗോഡ് പോകണം. കാസർഗോഡ് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് കാസർഗോഡ് മണ്ഡലം, മഞ്ചേശ്വരം മണ്ഡലം തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് വരുന്നത് 80 തൊട്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു തവണ കേവലം 78 വോട്ടുകൾക്ക് മറ്റാണ് കെ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത്. പിന്നെ തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് പോയിരുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥി അതിനിടയ്ക്ക് മരണപ്പെട്ടപ്പം പിന്നീട് കേസൊക്കെ അതിന് പ്രസക്തിയില്ല. സാമാന്യ മര്യാദയുടെ പേരിൽ മരിച്ച ഒരാളെ അപമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ ഭാഗമായിട്ട് ആ കേസിൽ നിന്ന് അദ്ദേഹം പിൻവലിഞ്ഞു. പക്ഷേ കെ സുരേന്ദ്രന് ഇത്തവണ ഇപ്പോൾ അവിടെ, കാരണം പ്രത്യേകിച്ച് SDP സ്ഥാനാർത്ഥി പിൻവലിയുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും UDF ജയിച്ചു വരാൻ തന്നെയാണ് സാധ്യത. കാസർഗോഡ് എനിക്ക് അവർക്ക് വലിയ സാധ്യതയും കാണുന്നുമില്ല BJPക്ക്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് 7 തൊട്ട് 12 സീറ്റ് വരെ പിടിക്കാമായിരുന്ന, ഏറ്റവും കുറഞ്ഞത് 5 സീറ്റ് പിടിക്കാമായിരുന്ന സ്ഥിതിയിൽ ഒരു 2 സീറ്റ് കിട്ടിയാൽ അത്ഭുതം എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് ഒരു പാവയ്ക്ക മാറി കിടക്കുന്ന പാവയ്ക്കയുടെ ഷേപ്പാണ് കേരളത്തിൻ്റെ മാപ്പെടുത്ത് നോക്കി അറിയാലോ. പാവയ്ക്ക പോലെ ഇരിക്കുന്ന കൈപ്പയ്ക്ക പോലെ ഈ പാവയ്ക്ക മാറി കിടക്കുന്ന കേരളം അവർക്ക് ബാലികേറാമലയായിട്ട് തുടരും. അത് മാത്രമല്ല, ഇനിയും നരേന്ദ്രമോദിയെയും ഇവരെയൊക്കെ കേന്ദ്ര നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ എന്തെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചാൽ നിങ്ങൾ നടത്തിയാൽ മതി എന്നവർ പറയും. കാരണം ഇവരിനിപ്പോൾ ഇവിടുന്ന് അവിടെ പോയിട്ട് അവരെ കാണാൻ പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. കാരണം ബാക്കിയുള്ളടത്തൊക്കെ ഇത് വളരുമ്പം കേരളത്തിൽ ഇത് കീഴ്പോട്ട് പോകാനുള്ള സാധ്യതകളാണ്. കാരണം ഒരു പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചോ, ഒരു കോർപ്പറേഷൻ പിടിച്ചത്, അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയത്തിൻ്റെ തിളക്കം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരള ഘടകം എന്ന് പറയുന്നത് തന്നെ അവരുടെ മുമ്പിൽ അവരെഴുതി തള്ളിയ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. എന്തായിരുന്നാലും റിസൾട്ട് വരുന്നവരെ നമുക്ക് ബാക്കി കാത്തിരിക്കുക. അതിന് ശേഷം നമുക്ക് പിന്നീട് വിലയിരുത്തൽ നടത്താം.